കോഴ വിഴുങ്ങി വീർക്കുന്ന മാനേജ്മെന്റുകളും ശമ്പളമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ടീച്ചർമാരും കുടുംബാംഗങ്ങളും. കഴിഞ്ഞ ദിവസവും കത്തോലിക്ക സഭയിലെ ഒരു വകതിരിവില്ലാത്തൊരു ബിഷപ്പ് പാമ്പ്ലാനിൽ നിന്ന് വിലപിക്കുന്നത് കണ്ടു. യുവജനത മുഴുവൻ 40-50 ലക്ഷം രൂപ ലോൺ എടുത്ത് വിദേശത്തോട്ട് പോവുകയാണ് എന്ന്. ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ സ്കൂളുകളും കോളേജുകളും കെട്ടിപ്പൊക്കി കോളേജ് അധ്യാപക നിയമനത്തിന് 1.25 കോടിയും, +2 നിയമനത്തിന് 75 ലക്ഷവും, ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിന് 50 ലക്ഷവും, LP അധ്യാപക നിയമനത്തിന് 25 മുതൽ 30 ലക്ഷവും കോഴ മേടിക്കുന്ന ഒരു ബിഷപ്പാണ് ഇത് നിന്ന് പറയുന്നതെന്ന് ഓർക്കണം. കോഴ മേടിക്കുവാൻ മാനേജ്മെൻറ്റും ശമ്പളം കൊടുക്കുവാൻ സർക്കാരും. താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് 30 ലക്ഷത്തോളം രൂപ കോഴ കൊടുത്ത് അധ്യാപക ജോലിക്ക് കയറിയ കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിക്ക് 5 കൊല്ലമായിട്ടും ശമ്പളം കിട്ടാഞ്ഞ് വണ്ടിക്കൂലിക്ക് പോലും ഗതിയില്ലാതെ ഇക്കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അതുപോലെ 12 വർഷം അധ്യാപികയായി ജോലി ചെയ്യുന്ന തൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം ഇതുവരെ കിട്ടാത്തതിൽ മനംനൊന്ത് ആ ടീച്ചറുടെ ഭർത്താവ് പത്തനംതിട്ടയിലെ റാന്നി അത്തിക്കയം വടക്കേ ചെരുവിൽ VT ഷിജോ എന്ന 47-കാരൻ ഇന്നലെ തൂങ്ങി മരിച്ചു. ഷിജോയുടെ മകന് ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ശരിയായിരുന്നു. ഇതിന് ആവശ്യമായ പണം നൽകുവാൻ കഴിയാതെ വന്നതോടെയാണ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. നാറാണമൊഴി സെയിൻറ് ജോസഫ് സ്കൂൾ എന്നൊരു എയ്ഡഡ് സ്കൂളിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ക്യാപിറ്റേഷനൊക്കെ കൊടുത്ത് ജോലിക്ക് കയറിയ ടീച്ചറാണ്. ഒന്നോർക്കുക, 12 വർഷം ഒരു ടീച്ചർ ശമ്പളമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന അവസ്ഥ. ശമ്പളം കിട്ടുന്നില്ല എന്ന് കാണിച്ച് അധ്യാപിക ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എങ്കിലും DEO ഓഫീസിൽ നിന്ന് ശമ്പളരേഖകൾ ശരിയാക്കാത്തതിനെ തുടർന്ന് ഇവർ വകുപ്പ് മന്ത്രിയെ പലതവണ സമീപിക്കുകയും തുടർന്ന് ശമ്പളം ലഭിക്കുവാൻ രേഖകൾ ശരിയാക്കി നൽകുവാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. ഇതെല്ലാം അവിശ്വസനീയമാണ്. 12 കൊല്ലം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഒരു ടീച്ചറുടെ ശമ്പളം മുടങ്ങുമോ? കൈക്കൂലി മേടിച്ച് നിയമനം നടത്തിയ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ അവർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുക, ശമ്പളം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നത്? അവർ പിന്നെ എന്തിനാണ് കോഴ വാങ്ങുന്നത്? കേരളത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് മുണ്ണകൾ ലക്ഷങ്ങളും കോടികളും അധ്യാപക നിയമനത്തിന് കൈക്കൂലി കൊടുത്ത് ടീച്ചർ ജോലി മേടിച്ച് കൂലിയില്ല ടീച്ചർ തൊഴിലാളികളായി പോകുന്നുണ്ട്. മിക്കവരും ക്യാപിറ്റേഷൻ എന്ന ഓമനപ്പേരിലുള്ള ഈ കൈക്കൂലി യാതൊരു രേഖകളുമില്ലാതെ കള്ളപ്പണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മിണ്ടുവാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. ഇതാണ് മാനേജ്മെൻറ്റുകളുടെ ബലവും. ആയിരക്കണക്കിന് കോടികളാണ് പ്രതിവർഷം ഇപ്രകാരം കോഴത്തുകയായി മാനേജ്മെൻറ്റുകളുടെ കയ്യിലെത്തിക്കൊണ്ടിരിക്കുന്നത്. മിടുക്കരായ റാങ്ക് ലഭിച്ച കുട്ടികൾ വരെ ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ഇതുപോലെ കാശ് കൊടുത്ത് കയറുന്നവർ അധ്യാപകരാകുന്നു. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന ആവശ്യം വർഷങ്ങളായി ഇവിടെ മുഴങ്ങുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കും കോഴയുടെ ഒരു പങ്ക് ലഭിക്കുന്നതിനാൽ സർക്കാരും രാഷ്ട്രീയ മുന്നണികളും മാനേജ്മെൻറ്റിനൊപ്പമാണ്. കോഴ മേടിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അടവ് ഇവരെ കൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യിപ്പിക്കുക എന്നതാണ്. കോടതി ഇവർക്ക് ശമ്പളം കൊടുക്കുവാൻ ഉത്തരവിടും. എല്ലാവരും സേഫായി. ഈ വിഷയത്തിൽ കോളേജ് അധ്യാപകനും സാമൂഹിക നിരീക്ഷകനുമായ പ്രൊഫസർ AG ജോർജിന്റെ പ്രതികരണം നമുക്കിനി കേൾക്കാം. ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം 14 വർഷത്തോളം ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്ന ഒരു സ്ത്രീക്ക് ശമ്പളം കിട്ടാതെ വന്നപ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടായ തകർച്ച ഈ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇത് എവിടെയാണ് ഇതിന്റെ തകരാറ് സംഭവിച്ചത്? ഇത് അന്വേഷിച്ചിടത്തോളം ഒരു സിംഗിൾ മാനേജ്മെന്റ് സ്കൂളാണെന്നാണ്, ഹൈസ്കൂളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ ഇത്രയും കാലം ഇവർക്ക് ശമ്പളം ലഭിക്കാതെ പോയത്? അതോ സർക്കാരിന്റെ ചട്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന്റെ സിസ്റ്റത്തിനുണ്ടായ തകരാറ് കൊണ്ടാണോ കിട്ടാതെ പോയത്? അതോ മറ്റെന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന കാര്യമൊക്കെ ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനുഷിക വശമുള്ളത് 14 വർഷത്തോളം ജോലി ചെയ്ത, അതും അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ എത്രയോ കുട്ടികളുടെ മുൻപിൽ പോയി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന, ഹൃദയസ്പർശിയായി കുട്ടികളുമായി ഇടപെടുന്നതായിട്ടുള്ള ഒരു അധ്യാപികയ്ക്ക്
എങ്ങനെയാണ് തന്റെ ജോലിയുടെ നീതി പുലർത്താനായി സാധിക്കുന്നത്? അധ്യാപികയാണെങ്കിലും അവർക്കെല്ലാം അവരുടെ പിന്നിലൊക്കെ കുടുംബങ്ങളുണ്ടല്ലോ. അവരുടെ കുടുംബങ്ങളെ കൂടെ പുലർത്താൻ വേണ്ടിയാണല്ലോ ഈ ജോലിക്ക് പോകുന്നത്. എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളെ പുലർത്താൻ കൂടിയാണ്. അതുപോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത. അവരുടെ മകന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചപ്പോൾ അവിടെ ഫീസ് കൊടുത്ത് അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ താങ്ങാനാവാതെ ഈ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അംശം. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് ഈ ആത്മഹത്യ ചെയ്ത ഈ കുട്ടിയുടെ പിതാവിന്റെ അധ്യാപികയുടെ ഭർത്താവ് ഒരു വലിയ അഭിമാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായി അത്ര മോശമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പണം വാങ്ങാനുള്ള ആ ഒരു അഭിമാനക്കുറവ് കൊണ്ടാണ് ഈ പിതാവ് ആത്മഹത്യ ചെയ്തതെന്നും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ അടുത്ത കാലത്താണ് കോഴിക്കോട് ഇതിന് സമാനമായ ഒരു സംഭവം നടന്നത്. അവിടെയും ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തു. അവർക്ക് ഒരു 6-7 വർഷങ്ങളായി ശമ്പളം കിട്ടുന്നില്ല എന്ന വേദന കൊണ്ടും ദുഃഖം കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അവരും ആത്മഹത്യ ചെയ്തത്. ഇവിടെ നാം കാണേണ്ടതായിട്ടുള്ള കാര്യം ഇത് 1-2 ഇടത്ത് നടക്കുന്ന സംഭവമല്ല. കേരളത്തിലാകമാനം, അതുപോലെ തന്നെ സ്കൂളുകളിൽ മാത്രമല്ല, കേരളത്തിലാകമാനം കോളേജുകൾ ഉൾപ്പെടെ, സ്വകാര്യ കോളേജുകൾ ഉൾപ്പെടെ, അതുപോലെ മറ്റ് സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകളായാലും ഹൈസ്കൂളുകളായാലും അനേകം അധ്യാപകർ വർഷങ്ങളായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്നുണ്ട് എന്നതൊരു പരമയാഥാർത്ഥ്യമാണ്. അവരൊക്കെ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് ഈ ജോലിയിൽ തുടരുന്നു എന്ന് മാത്രമാണ്. പലരും ഇതിനകത്ത് ജോലി ലഭിച്ചത് തന്നെ നമുക്കറിയാം. സ്വകാര്യ സ്കൂളുകൾ, പ്രത്യേകിച്ച് സിംഗിൾ മാനേജ്മെന്റുള്ള സ്കൂളുകളിലൊക്കെ 50, 60, 70 ലക്ഷം രൂപയൊക്കെ വാങ്ങിയാണ് സ്വകാര്യ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ അധ്യാപക ജോലി വിലയ്ക്ക് വാങ്ങിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് പോലും ശമ്പളം കൃത്യമായി അധ്യാപകർക്ക് ലഭിക്കത്തക്ക ഒരു സംരക്ഷണം മാനേജ്മെന്റോ അല്ലെങ്കിൽ സർക്കാരോ ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇതിനകത്ത് കുറ്റവാളികളായിട്ടുള്ള ആരാണ് എന്ന് കണ്ടെത്തണം. ഇത് സർക്കാരിന്റെ വകുപ്പുകളുടേതായിട്ടുള്ള വീഴ്ചയാണെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കർശനമായി ശിക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം. നമുക്ക് ഈ അടുത്ത സമയത്ത് തേവലക്കര ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ ഇപ്പോൾ പതുക്കെ ഇലക്ട്രിസിറ്റി ബോർഡും സർക്കാരും ഒക്കെ അനങ്ങി തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും വൈകിയാണ് അവിടെ ഒരു ഓവർസിയറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് KSEB. അതിനോടൊപ്പം പ്രവർത്തിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ മേലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കില്ല. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ പെട്ടെന്ന് മറക്കും എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് സർക്കാർ പോലും ഈ തരത്തിൽ ഉദാസീനത കാട്ടുന്നത്. ക്രൂരമായ ഒരു വിനോദമാണിത്. അതുകൊണ്ട് കേരളത്തിൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള, സ്വകാര്യ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകളെല്ലാം തന്നെ ഈ തരത്തിൽ എവിടെയെല്ലാം അധ്യാപകർ അർഹമായ നിയമനം കിട്ടിയവരാണെങ്കിൽ പോലും അവരുടെ ശമ്പളം നിഷേധിക്കുന്നുവെങ്കിൽ അത് ക്രൂരമായിട്ടുള്ള സമീപനമാണ്. ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട ഏജൻസികളും മാനേജ്മെന്റുകളും ഉണർന്നെഴുന്നേൽക്കേണ്ട അത്യാവശ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ അടുത്ത സമയത്താണ് ഇതുപോലെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന കാരണത്താൽ NSS മാനേജ്മെന്റ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടായതുകൊണ്ട് അവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. അവരനുകൂലമായ ഒരു വിധി അവർ നേടിയെടുത്തിപ്പോൾ ഇന്നലെ തന്നെ എന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. NSS സ്കൂളുകളിൽ വർഷങ്ങളായി ശമ്പളം ലഭിക്കാതിരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം. അവര് ന്യായമായ രീതിയിൽ നിയമിക്കപ്പെട്ടവരാണ്, ചട്ടപ്രകാരം നിയമിക്കപ്പെട്ടവരാണ്, യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവർക്ക് ലഭിച്ച ഈ ആനുകൂല്യങ്ങൾ മറ്റ് മാനേജ്മെന്റുകൾക്ക്, മുസ്ലിം മാനേജ്മെന്റുകൾക്കോ ക്രിസ്ത്യൻ മാനേജ്മെന്റോ ഉള്ള സ്കൂളുകൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവരോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു നിസ്സഹകരണ മനോഭാവം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് സർക്കാരും ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ദുരന്ത സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിനകത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.
സാർ അതുപോലെ ഒരു കാര്യം കൂടെ, അതായത് ഈ കോളേജ് അധ്യാപക നിയമനത്തിന് 1.1 കോടി, ഹയർ സെക്കൻഡറിക്ക് 50 ലക്ഷം മുതൽ 75 ലക്ഷം വരെ, ഹൈസ്കൂള് HSA 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്ക്, UP LP സ്കൂളുകളിലേക്ക് 20-25 ലക്ഷം രൂപ. അന്നേരം ഇത്രയും വലിയ തുകകൾ ക്യാപിറ്റേഷൻ മേടിച്ചിട്ട് ഈ മാനേജ്മെന്റുകൾ, അത് ക്രൈസ്തവ മാനേജ്മെന്റ് ആണെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിലും മറ്റ് സ്വകാര്യ ട്രസ്റ്റുകളുടെ കീഴിലുള്ളതാണെങ്കിലും, ഇതുപോലെ മാനേജ്മെന്റുകൾ വലിയ തുക മേടിച്ചിട്ട് ഈ ബാധ്യത മുഴുവൻ സർക്കാരിന് കൊടുത്തുകൊണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടുന്നത് സർക്കാരും, ഇത്രയും കാലമായിട്ടും ഈ ഒരു തട്ടിപ്പ്, അതായത് സംസ്ഥാനത്ത് ഓരോ വർഷവും ആയിരക്കണക്കിന് നിയമനങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അന്നേരം എത്ര കോടി രൂപയാണ് ബ്ലാക്ക് ആയിട്ട് ഇത്തരത്തിൽ ഇവരുടെ കയ്യിലേക്ക് വരുന്നത്? ഇതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ സർക്കാരിനോ അറിയാതെയാണോ? ഇത് വലിയൊരു തട്ടിപ്പല്ലേ സത്യം പറഞ്ഞാൽ നടത്തുന്നത്? എന്നിട്ട് ഇങ്ങനെ പണം മേടിച്ച് അർഹരായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് നിയമനം ലഭിക്കാതെ ആർക്കാണോ പണമുള്ളത് ആ പണമുള്ളവർ ഇവരാണ് അധ്യാപകരാകേണ്ടുന്നത്. സുനിലെ ചോദിച്ച ചോദ്യം നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയം കുറെ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വകാര്യ മാനേജ്മെന്റുകൾ അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവസാനിച്ചു. കാരണം എയ്ഡഡ് മേഖലയിൽ കോളേജുകളാകട്ടെ സ്കൂളുകളാകട്ടെ അവിടെ നിയമിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം ഇപ്പോഴും അതാത് മാനേജ്മെന്റുകൾക്കാണ്. എന്നാൽ മാനേജ്മെന്റുകൾ സുനിൽ സൂചിപ്പിച്ചതുപോലെ 40, 50, 60, 80 ലക്ഷം രൂപ കൈക്കൂലി എന്ന് തന്നെ ഞാൻ പറയട്ടെ, അതിന് ക്യാപിറ്റേഷൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച് നിയമനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊള്ളും എന്ന ധാർഷ്ട്യമാണ് ഈ തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയാനും എനിക്ക് മടിയില്ല. അതിന് പക്ഷേ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ വിഷയം ധാരാളം പഠിച്ചിട്ടുള്ളതാണ്. സുനിലിനോട് ഒരു കാര്യം പറയാം. അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾക്ക് അവർക്ക് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 പ്രകാരം മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ആനുകൂല്യത്തിന്റെ പുറകിലാണ് അവര് കോടതിയിൽ നിന്നൊക്കെ വിധി വാങ്ങിച്ചെടുക്കുന്നത്. എന്നിട്ട് പോലും സർക്കാർ അക്കാര്യത്തിൽ ഉദാസീനത കാട്ടുന്നു. സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ. മാത്രവുമല്ല, പൊതുസമൂഹം കുറെ നാളുകളായി ആവശ്യപ്പെടുന്നത് എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുക്കണം. കാരണം പൊതു ഖജനാവിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് നിയമനത്തിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകണം. ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്ന ഏർപ്പാടുകൾ അതൊക്കെ വലിയ വലിയ തൊഴിലുകളും വലിയ വലിയ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളുമാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ശ്രമിക്കുന്നില്ല. ക്രൈസ്തവ മാനേജ്മെന്റാകട്ടെ, ഇസ്ലാം മാനേജ്മെന്റുകളാകട്ടെ, ഹൈന്ദവ മാനേജ്മെന്റ് ആകട്ടെ, SDP പോലെയുള്ള ട്രസ്റ്റുകളാകട്ടെ, ആരും ഇക്കാര്യത്തിൽ മോശമല്ല. അതുകൊണ്ട് ഗവൺമെന്റിന് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കൊള്ള അവസാനിപ്പിക്കാനായി ശ്രമിക്കണം. കൊള്ള അവസാനിപ്പിക്കുകയും നിയമനം സുതാര്യമാക്കുകയും വേണം. ഇപ്പോഴും ഓരോ കോളേജുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ വേണ്ട അധ്യാപകരുടെ എണ്ണം പോലും നിർണ്ണയിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ എണ്ണമെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം അനുസരിച്ചായിരിക്കണം അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കേണ്ടത്. ഇതൊന്നും നോക്കാതെ തന്നെ പല മാനേജ്മെന്റുകളും തട്ടിക്കൂട്ടിലൂടെ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ ഗവൺമെന്റ് വലിയൊരു ബാധ്യതയാണ്. സുനിൽ പറഞ്ഞതുപോലെ ഇതിന് സുതാര്യമായ ഒരു ഏർപ്പാടുണ്ടാക്കുകയും ഈ കൊള്ളയെ അവസാനിപ്പിക്കാൻ നിയമപരമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് ലക്ഷങ്ങൾ കോഴ നൽകി വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തുണ്ടെന്ന് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അപ്രകാരം വഞ്ചിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമാന അനുഭവമുള്ളവർക്ക് ഒരുമിച്ച് നീങ്ങുവാൻ ഈ കൂട്ടായ്മ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ആ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 9746114444. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.